പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളൊരു ഹർത്താലിന് സാക്ഷികളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും, ഇന്ന് ഹർത്താൽ ഉണ്ടായിരുന്നു, ഞാൻ പുറത്തിറങ്ങിയല്ലോ, അപ്പോൾ ഹർത്താലിൻ്റെ പ്രതീതി ഒന്നും കണ്ടില്ലല്ലോ, വാഹനങ്ങളൊക്കെ സുഗമമായി സഞ്ചരിക്കുന്നുണ്ടല്ലോ, കടകളൊക്കെ തുറന്നു കിടക്കുന്നുണ്ടല്ലോ. പിന്നെ വാർത്താ മീഡിയകൾ ശ്രദ്ധിച്ച ആളുകൾ തിരുവനന്തപുരത്തോ നഗരപ്രദേശങ്ങളിൽ ചെറിയ നിലക്ക് ഹർത്താലിൻ്റെ ഒരു പ്രതീതി ഉള്ളതായി ചില റിപ്പോർട്ടുകളും, ഹർത്താൽ അനുകൂലികളും പോലീസുകാരും തമ്മിൽ ചെറിയ ചില ഉന്തും തള്ളുകളും, ആളുകൾ ഹർത്താലിനെതിരെ പ്രതികരിക്കുന്ന ചില ചിത്രങ്ങളുമൊക്കെ കണ്ടിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ ഹർത്താൽ ആര് നടത്തുന്നതാണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ മഹാഭൂരിഭാഗം ആളുകൾക്കും ഇന്നൊരു ഹർത്താൽ ഉണ്ടോ, ആര് നടത്തുന്നതാണെന്നുള്ള ഒരു ധാരണയും ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല. ഇപ്പൊ കേരളത്തിൽ 2 ആഴ്ച മുമ്പ് മരണപ്പെട്ട നിതിൻ രാജ് എന്ന് പറയുന്ന കുട്ടിയുടെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ പ്രതികളാണെന്ന് ആരോപിക്കപ്പെടുന്ന ആളുകളെ ഇതുവരെ അറസ്റ്റ് ചെയ്യുകയോ അനുബന്ധമായ അത്തരം നീക്കങ്ങൾ നടത്തുകയോ ചെയ്യുന്നതിലുള്ള മെല്ലപ്പോക്കിനെതിരെയാണ് 10-50-ലധികം ദളിത് സംഘടനകൾ ഒന്നിച്ച് യോഗം ചേർന്ന് ആഹ്വാനം ചെയ്ത ഒരു ഹർത്താലാണെന്നാണ് വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഈ ദളിത് സംഘടനകൾ ഈ ഹർത്താലിന് വേണ്ടത്ര ആളുകൾ അറിയിക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, സാധാരണ നമ്മൾക്കറിയാം, ഒരു ഹർത്താൽ എന്ന് കേട്ടാൽ പൊതുവെ കേരളത്തിൽ ഉള്ള ഒരു പൊതു രീതി, ആളുകളൊക്കെ അതിനോട് സഹകരിച്ച് അന്ന് തലേന്ന് ആവശ്യമുള്ള സാധനങ്ങൾ, ഇറച്ചിയൊക്കെ വാങ്ങി പിറ്റേന്നൊരു ലീവ് ആഘോഷിക്കുന്ന സ്വഭാവം മുഖ്യധാര രാഷ്ട്രീയ സംഘടനകളൊക്കെ പ്രഖ്യാപിക്കുന്ന ഹർത്താലിന് കിട്ടിപ്പോരാറുണ്ട്. ഞാൻ ഹർത്താലിനെ അനുകൂലിക്കുന്ന ഒരാളൊന്നുമല്ല, ഹർത്താൽ ആവശ്യമാണെന്ന് കരുതുന്ന ഒരാളുമല്ല. പക്ഷെ പ്രതിഷേധങ്ങളോടുള്ള നമ്മളുടെ ഒരു സമീപനം, ഒരുപക്ഷെ ഈ ദളിത് സംഘടനകൾ നടത്തിയ ഒരു ഹർത്താൽ ആയതുകൊണ്ടാണോ ഇങ്ങനെ ഒരു പോലീസുകാരുടെ സമീപനം, ഗവൺമെന്റിന്റെ സമീപനം, ഭരണകക്ഷിയുടെ സമീപനം, KSRTCയുടെ സമീപനം, വ്യാപാരി വ്യവസായി സംഘടനകൾ ഹർത്താലുമായി ഞങ്ങൾ സഹകരിക്കില്ല എന്ന് വലിയ നിലക്ക് പ്രഖ്യാപിക്കുകയും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന കാര്യം, എല്ലാവരും ഇവരൊന്നും ഒരു ഹർത്താൽ നടത്താൻ അർഹരല്ല എന്ന നിലക്ക് ഉള്ള ഒരു സമീപനം വ്യാപകമായി ശ്രദ്ധയിൽപ്പെടുകയാണ്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ സംഘടനകളോട്, ഇപ്പൊ അതിലേറ്റവും ഉയർന്ന ഒരു ദളിത് ആക്ടിവിസ്റ്റ് സണ്ണി M കപ്പിക്കാട് പോലീസുകാരുമായി വലിയ വാഗ്വാദത്തിൽ ഏർപ്പെടുകയും മീഡിയയോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. വളരെ അക്കാഡമിഷ്യന്മാരായിട്ടുള്ള വലിയ ഉയർന്ന തലത്തിലുള്ള ബുദ്ധിജീവികളായി പരിഗണിക്കപ്പെടുന്ന ആളുകൾ പോലും, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ രംഗത്ത് വളരെ സജീവമായി ഇടപെടുന്ന ആളുകൾക്ക് പോലും ഈ ഒരു താഴേക്കിടയിലുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് അവർ നടത്തുന്ന പ്രവർത്തനത്തോട് നമ്മുടെ മുഖ്യധാര സമൂഹത്തിന്റെ ഒരു പ്രതികരണം ആരും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല ഇവരൊറ്റയടിക്കൊരു ഹർത്താൽ പ്രഖ്യാപിച്ചതാണ് എന്ന്. ഒരുപക്ഷെ ഈ കുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ട് നിരന്തരം അവർ അധികാരികളെ സമീപിച്ചിട്ടുണ്ടാകാം. അധികാരികളിൽ നിന്ന് ഇതിന് അനുകൂലമായ ഒരു നിലപാടോ ഒരു നീക്കമോ കാണാത്തതിൽ പ്രതിഷേധിച്ചത് പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് അവർ ഇറങ്ങി പുറപ്പെട്ടുണ്ടാവുക എന്ന് ഞാൻ കരുതുന്നത്. മുഖ്യധാര മീഡിയകൾ അങ്ങനെ ഒരു ഹർത്താൽ ഉള്ളത് അവർ മീഡിയക്ക് കൊടുക്കാതിരുന്നതായിരിക്കില്ല, അവർ മീഡിയകളെ അറിയിച്ചിട്ടുണ്ടാകും. എന്നാൽ മീഡിയകൾ അത് നെവർ മൈൻഡ് ചെയ്ത് അത് പരിഗണിക്കാതെ നമ്മളുടെ ഒരു ദളിത് വിഭാഗത്തോടുള്ള നമ്മളുടെ ഒരു സമീപനത്തിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായി നമുക്ക് ഈ ദിവസത്തെ കാണാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ദളിത് വിഭാഗത്തിന്റെ പ്രതിനിധികളായി അവരുടെ ശാക്തീകരണത്തിന് വേണ്ടി മുഖ്യധാര പ്രസ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. അവരിതിനോട് സ്വീകരിക്കുന്ന സമീപനം എന്താണ്? ഈ ദളിത് സംഘടനകൾ നടത്തുന്ന ഒരു കാര്യത്തോട്
അവരുടെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണം എന്താണ്? ആരെങ്കിലും പ്രതികരിച്ചതായി നിങ്ങൾ ആരെയും കണ്ടോ? അതേസമയത്ത് ഇന്നിപ്പോ AK ബാലൻ, നമുക്കിപ്പോൾ അറിയാവുന്നതുപോലെ ഒരു ദളിത് പ്രാതിനിധ്യത്തിൽ CPM-ന്റെ ഏറ്റവും ഉയർന്ന പദവികളിൽ ഇരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഇന്ന് നടത്തുന്ന പ്രസ്താവനകൾ എന്താണ്? ഇങ്ങനെ ഒരു 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 സാമൂഹിക പ്രശ്നം താൻ കൂടി ഉൾക്കൊള്ളുന്ന ഒരു കമ്മ്യൂണിറ്റി അനുഭവിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒന്നുകിൽ തൻ്റെ സംഘടനയെ അതിന് സജ്ജമാക്കാൻ അദ്ദേഹം തയ്യാറാവേണ്ടി വരും, അല്ലെങ്കിൽ അവർ നടത്തുന്ന അത്തരം കാര്യങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ അദ്ദേഹം തയ്യാറാവേണ്ടി വരും. എന്നാൽ അദ്ദേഹം ഈ കാര്യമൊന്നും അറിയാത്ത മട്ടിൽ അദ്ദേഹം നടത്തുന്ന പ്രഖ്യാപനം എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ ബാനറിൽ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാവാൻ പോകുന്നുണ്ട് എന്നതാണ് കേരളത്തോട് അദ്ദേഹം ഇന്ന് നടത്തുന്ന പ്രസ്താവനയായി നമ്മൾ കാണുന്നത്. നോക്കൂ നിങ്ങൾ, എവിടെയും ഇല്ലാത്ത ഒരു ചർച്ച തികച്ചും കേരളത്തിന്റെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് ഒരു കമ്മ്യൂണൽ പോളറൈസേഷന് നിരന്തരം നേരത്തെ തന്നെ തുടങ്ങിയ AK ബാലൻ നേരത്തെ തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എന്താണെന്നോ അല്ലെങ്കിൽ പിന്നെ ജമാഅത്ത് എന്താണെന്നോ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത ആളാണ് ഞാനെന്ന്. എന്നാൽ ഞാൻ ഖുർആൻ വായിക്കാൻ പോവുകയാണ്, ഖുർആന്റെ പരിഭാഷയുമായിട്ടാണ് ഞാൻ ഞാൻ ജയിലിലേക്ക് പോവുകയാണെങ്കിൽ ജയിലിലേക്ക് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ ഒരാൾ വീണ്ടും വീണ്ടും ഇത് ശരിയല്ല, ഇങ്ങനെ ഒരു സമീപനം കേരളത്തിനോട് ഞാൻ ചെയ്യുന്നത് തെറ്റായ സമീപനമാണ്, മറിച്ച് ഞാനിപ്പോൾ ചെയ്യേണ്ടത് ഞാനും കൂടി അടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ആ പ്രതിസന്ധിയെ എൻ്റെ ഗവൺമെന്റ് പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഗവൺമെന്റിന്റെ പോലീസ് അധികാരികൾ പരിഗണിക്കുന്നില്ല എന്നതിൽ ഞാൻ ഇടപെട്ടവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതാണെന്ന് പറയുന്നയാൾ ഇപ്പുറത്ത് ഒരു മുസ്ലിം വിരോധത്തിന് വല്ല സ്കോപ്പും ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. നോക്കൂ, ഒരു സമരം സംഘടിപ്പിക്കുമ്പോൾ ഇത് മുസ്ലിം സമൂഹം അനുഭവിക്കുന്നുണ്ട്. മുസ്ലിം സമൂഹം ഒരു സമരം സംഘടിപ്പിച്ചാൽ മലബാർ ഏരിയയിലോ മുസ്ലിം ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഏരിയകളിലോ കുറച്ചൊക്കെ ഒരു സജീവമായി അത്തരം ഒരു സമരം നടന്നേക്കാം. ബാക്കിയുള്ള സ്ഥലത്തുള്ള സാഹചര്യം എന്തായിരിക്കും? ആരാണ് ഈ മേത്തന്മാർ സമരം നടത്താൻ, ആരാണ് അവര് എന്ന ചിന്തയും ആലോചനയുമായിട്ടുള്ള ആളുകൾ നടക്കുന്നത്. ഈ അരികുവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഞങ്ങൾ ചേർക്കാൻ തയ്യാറല്ല എന്ന് മുഖ്യധാരയാണെന്ന് അവകാശപ്പെടുന്ന ഇവിടെയുള്ള പിന്നെ ജാതീയമായ ശ്രേണീതിരിക്കലുകളിൽ ഞങ്ങളാണ് മുഖ്യ ഘടകമെന്ന് സ്വയം വിചാരിക്കുകയും അതിനനുസരിച്ചുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം ഒരുക്കി വെക്കുകയും കാലങ്ങളായി അത്തരം അധികാരത്തിന്റെ പിൻബലം കിട്ടുകയും ചെയ്തിട്ടുള്ള ആളുകൾ വിചാരിക്കുന്ന, അവർ ഒരുക്കുന്ന ആ ഒരു 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 സിനാരിയോക്കനുസരിച്ച് മാത്രമേ കേരളം സഞ്ചരിക്കാൻ പാടുള്ളൂ എന്നുള്ള വളരെ തെറ്റായ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുടനീളം കാണുന്ന, എന്നാൽ കേരളത്തിലും നമ്മൾ ഒരിക്കലും മാറി നിൽക്കുമെന്ന് കരുതാത്ത ഒട്ടേറെ കാര്യങ്ങളുടെ ഒരു പുതിയ ഉദാഹരണം കൂടിയാണ് ഇന്നൊരു ഹർത്താലിന്റെ രൂപത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒക്കെ നമ്മളെ സൂചിപ്പിക്കുന്നത്, ഈ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന, ഇപ്പൊ ഈ തൊഴിൽ രംഗത്തും യൂണിവേഴ്സിറ്റി തലങ്ങളിലുമൊക്കെ ഈ നിലക്കുള്ള വിവേചനത്തിന്റെ കാഠിന്യത നമ്മൾ അതുമായി ബന്ധപ്പെട്ടൊന്ന് ആലോചിച്ചാൽ നമുക്ക് ഒന്ന് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്താൽ വലിയ അളവിൽ മനസ്സിലാകും. അതിന്റെ ഒരു നേർചിത്രം ഇന്ന് നമ്മൾ കാണുമ്പോൾ, ഒന്ന് KSRTC ബസ്സിലിരുന്ന് ഈ സമരക്കാർക്കെതിരെ ആക്രോശിക്കുന്ന ആളുകൾ, എല്ലാ സമരങ്ങളെയും പോലെയല്ല, ഈ ഇത്തരം സമരങ്ങൾ ആക്രോശിക്കുമ്പോൾ അപ്പുറത്ത് കറുത്ത നിറമുള്ള നീളമുള്ള ശരീരമില്ലാത്ത കുറിയ ശരീരമുള്ള ചുരുണ്ട മുടികളുള്ള സമൂഹത്തിന്റെ ജാതി ശ്രേണിയിൽ താഴേക്കിടയിലാണ് എന്ന് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുള്ള ആളുകൾ ആരാണവർ സമരം നടത്താൻ? ആരാണ് നിങ്ങൾ ഇത്തരം പിന്നെ ഹർത്താലുകളുമായി മുന്നോട്ട് വരാൻ എന്ന് ചിന്തിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ നീതിക്ക് വേണ്ടി ഈ സമൂഹം, ഈ തലമുറ, ഈ വിഭാഗം ആളുകൾ എത്രകാലം സമരം നടത്തേണ്ടി വരും, എത്ര കാലം ഇനിയും മുന്നോട്ട് പോകേണ്ടി വരും എന്ന ഒരു ചിന്തയാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്.